പ്രിയ കൂട്ടുകാരെ, എല്ലാവർക്കും ഗ്രാൻഡ്മാസ് കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുല്ലോ അല്ലേ? നമ്മളിന്ന് ഒരു നാടൻ റെസിപ്പിയാണ് കേട്ടോ ചെയ്യണത്. മറ്റൊന്നുമല്ല, ഗോതമ്പ് ദോശ. കുറച്ചൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു ഗോതമ്പ് ദോശയാണ് ഉണ്ടാക്കണത്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും ഒക്കെ ഉണ്ടാക്കി കഴിക്കുന്നതാണല്ലോ ഈ ഗോതമ്പ് ദോശ. അതെങ്ങനെയാണെന്നുള്ളത് വീഡിയോയിലൂടെ കാണാം. അപ്പം അതിനു മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്തേക്കണം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്തേക്കാം. എന്നാൽ നമുക്ക് ഗോതമ്പ് ദോശ ഉണ്ടാക്കാം. ഗോതമ്പ് ദോശയ്ക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ നുറുക്ക് ഗോതമ്പാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഈ നുറുക്ക് ഗോതമ്പിനെ നമുക്കൊരു 4-5 മണിക്കൂറോളം കുതിർത്തിയിടണം. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് രാത്രി അതങ്ങ് കുതിർത്താനിട്ടിട്ട് രാവിലെ അങ്ങ് അരച്ചെടുത്താൽ മതിയാവും. എന്നിട്ട് നന്നായിട്ട് കുതിർന്ന് വന്നതിന് ശേഷം നമുക്കിതൊന്ന് മിക്സിയിലിട്ട് അരച്ചെടുക്കുകയാണ് വേണ്ടത്. ഞാനിവിടെ ഇത്രയും ഗോതമ്പാണ് എടുത്തിരിക്കുന്നത്. ഈ ഗോതമ്പിനെ ഒന്ന് കഴുകിയിട്ട് അതിനെ വെള്ളം ഒഴിച്ച് ഇട്ടേക്കണതാണ്. കഴുകി ഒന്ന് അരിക്കണമെങ്കിൽ ഒന്ന് അരിച്ചിട്ട് വെള്ളം ഒഴിച്ച് ഇട്ടേക്കണതാണ്. അപ്പം ഈ ഗോതമ്പ് നമ്മൾ കുതിർത്താത്ത ഗോതമ്പ് എടുക്കണത് പ്രത്യേകിച്ച് അളവൊന്നും നോക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങളുടെ ആവശ്യത്തിനുള്ളത് കണക്കാക്കി എടുക്കുക. എന്നിട്ട് അതിൽ കഴുകിയതിന് ശേഷം അത് മുങ്ങിക്കിടക്കാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് വേണം ഇടാനായിട്ട്. നമ്മൾ ഇത് അരയ്ക്കുന്ന സമയത്ത് ഈ വെള്ളമൊന്നും നമ്മൾ ഊറ്റിക്കളയാനില്ല. ഇത് എന്നെ കുതിർന്ന് കഴിയുമ്പോൾ ആ വെള്ളത്തെപ്പാടെ തന്നെ നമ്മൾ അരച്ചെടുക്കുകയാണ് ചെയ്യണം. അപ്പോൾ ഒരുപാട് വെള്ളം ഒഴിച്ച് ഇടാതിരിക്കാൻ ശ്രമിക്കുക. ജസ്റ്റ് ആ ലെവല് നോക്കി വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ആ ഗോതമ്പ് മുങ്ങിക്കിടന്നാൽ മാത്രം മതിയാകും. ഈ ഗോതമ്പ് ഒരു 6 മണിക്കൂർ കുതിർന്നിട്ടുണ്ട്. ഇതിനെ നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഗോതമ്പ് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മളിത് അരിക്കുകയോ അങ്ങനെയൊന്നും ചെയ്യണില്ല കേട്ടോ. അരിച്ചു കഴിഞ്ഞാൽ ഇതിലുള്ള ഫൈബർ കണ്ടൻ്റൊക്കെ പോകൂലേ. ഫൈബറൊക്കെ പോവാതെ നമ്മൾ അതൊക്കെ കഴിക്കണം. ഫൈബറൊക്കെ നമുക്ക് ആവശ്യമുള്ള, ശരീരത്തിന് ആവശ്യമുള്ള സാധനങ്ങളല്ലേ. ഇനി ഇതിലേക്ക് വേണ്ടത് തേങ്ങയാണ്. അത് നമ്മൾ ഗോതമ്പ് എത്രത്തോളം എടുത്തോ അതേ അളവിൽ തന്നെ തേങ്ങ എടുക്കുക. ഇച്ചിരി കൂടി കുറഞ്ഞു എന്നൊന്നും കരുതിയിട്ട് ഒരു കുഴപ്പമില്ല കേട്ടോ. ഇതിനെ നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു ചെറിയ സവാളയാണ്. ചെറുതാണെങ്കിൽ ഒരെണ്ണം എടുക്കുക, വലുതാണെങ്കിൽ ഒരു പകുതി മതിയാകും. ഇതിനെ ഒന്ന് നുറുക്കിയിട്ട് ഈ തേങ്ങയുടെ കൂടെ ഇട്ട് കൊടുക്കാം. അര ടീസ്പൂൺ ജീരകമാണ് ഇതിലേക്ക് വേണ്ടത്. ഇതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നല്ല പേസ്റ്റ് പോലെ ആവണ്ട, ഒരു തരിതരിപ്പോട് കൂടിയിട്ട് ഒന്ന് അരച്ചെടുക്കാം. തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ അരഞ്ഞു കിട്ടിയാൽ മതി. പേസ്റ്റ് പോലെ ഒന്നും അരയേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിനെ നമുക്ക് ഈ ഗോതമ്പ് അരച്ചു വെച്ചേക്കണയിലേക്ക് ചേർക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഉപ്പ് ഒരുപാട് കൂടരുത്. ഗോതമ്പ് ആവുമ്പോൾ പെട്ടെന്ന് തന്നെ ഉപ്പ് പിടിക്കണ ഒന്നാണ്. അതുകൊണ്ട് കുറച്ച് ഇട്ട് ആദ്യം കൊടുക്കണം. ആദ്യം കുറച്ചിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക ഉപ്പുണ്ടോയെന്ന്. അതിന് ശേഷം മതി പിന്നെ ചേർക്കൽ. നമ്മുടെ ദോശയുടെ മാവിലേക്ക് ഒരു കുറച്ച് വെള്ളം കൂടെ ചേർക്കണം. ദോശമാവിൻ്റെയൊക്കെ അത്രയും ലൂസ് വേണ്ട, എന്നാലും ഒരു കുറച്ചുകൂടെ വെള്ളം ചേർക്കണം. അപ്പോൾ അതിനൊരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ഞാൻ ഈ ജാറിൽ ഒഴിച്ചൊന്ന് കഴുകി ഒഴിക്കുകയാണ്. അപ്പം നമ്മുടെ ദോശമാവ് ഈ ഒരു പാകത്തിലാക്കി എടുക്കുക കേട്ടോ. ഇത് വേണമെങ്കിൽ നിങ്ങൾക്കൊക്കെ വേണമെങ്കിൽ ഒരു 5-10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഞാനിതിപ്പോൾ തന്നെ ചുട്ടെടുക്കുകയാണ്. നമ്മൾ ഫ്രൈങ് പാൻ ഒരെണ്ണം ചൂടാവാൻ വച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ അല്ലെങ്കിൽ നെയ്യോ ഏതെങ്കിലും ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഗോതമ്പ് ദോശയൊക്കെ ആകുമ്പോൾ വെളിച്ചെണ്ണയ്ക്കാണ് കൂടുതൽ ടേസ്റ്റ്. മാവ് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് കനം കുറച്ച് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കുക. ഒത്തിരി അങ്ങ് കനം കുറഞ്ഞ ദോശയല്ല കേട്ടോ ഇത്.
നമ്മൾ ദോശ മാവ് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഫ്ലെയിം കുറച്ച് വെക്കുക. അത് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് കൂട്ടി വെക്കുക. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ മുകളിൽ കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ദോശയൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. നന്നായിട്ട് 2 വശവും നന്നായിട്ടൊന്ന് മൊരിഞ്ഞു വരണം. നുറുക്ക് ഗോതമ്പ് കൊണ്ട് ഉണ്ടാക്കുമ്പോൾ ഗോതമ്പ് ദോശയ്ക്ക് നല്ലൊരു ടേസ്റ്റാണ്. ഗോതമ്പ് പൊടി കൊണ്ട് ഉണ്ടാക്കണേക്കാളൊക്കെ നല്ലൊരു ടേസ്റ്റാണ് ഈ ഗോതമ്പ് ദോശയ്ക്ക്. അപ്പം നമ്മുടെ ഒരു ദോശ ഇവിടെ റെഡി ആയിട്ടോ. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടെ റെഡിയാക്കി എടുക്കുക. നമ്മുടെ നുറുക്ക് ഗോതമ്പ് ദോശകളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഗോതമ്പ് പൊടി കൊണ്ട് ഉണ്ടാക്കുന്ന അതേ ടേസ്റ്റ് തന്നെ ഈ നുറുക്ക് ഗോതമ്പ് കൊണ്ട് ഉണ്ടാക്കുമ്പോഴും നമുക്ക് കിട്ടുന്നുണ്ട്. അതിൻ്റെ ഗുണങ്ങളൊന്നും നഷ്ടപ്പെടണമില്ല. നല്ല ചൂടൻ ഗോതമ്പ് ദോശയും സാമ്പാറും കൂടെ എന്താ അതിൻ്റെ ടേസ്റ്റ് എന്നറിയാവോ. വറ്റിച്ചെടുത്ത നല്ല മീൻകറി ആയാലും ഒരു കുഴപ്പമില്ല കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഹെൽത്തി ദോശയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.